നമസ്കാരം. കേരളത്തിന്റെ റോഡുകളിലേക്ക് ഒന്ന് സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ അതിഭീകരമുള്ള കാഴ്ചകൾ തന്നെയാണ്. നിയമ ലംഘനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് റോഡുകളിൽ തന്നെയാണ്. എങ്ങനെയാണ് ഒരു റോഡിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടത്? എത്ര സ്പീഡ് ലിമിറ്റിലാണ് നമ്മൾ നമ്മുടെ വാഹനത്തെ ഓടിച്ച് പരിപാലിക്കേണ്ടത്? ഇതിനെക്കുറിച്ചൊന്നും തന്നെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒട്ടും അറിയില്ല എന്നത് ഭയാനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. 18ാമത്തെ വയസ്സിലാണ് ലൈസൻസ് ലഭിക്കുക. ഈ ലൈസൻസ് എടുക്കുമ്പോൾ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങളെ കുറിച്ച് പിന്നീട് നമ്മൾ മറന്നു പോവുക തന്നെ ചെയ്യുന്നു. എന്തിനാണെന്നല്ലേ ഇത്തരത്തിലുള്ള ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കാൻ ഇപ്പോൾ ഞാൻ മുതിർന്നത്? തീർച്ചയായും കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ജസ്ലിൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ അപകട മരണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഡോക്ടർ ഓടിച്ച് കൊണ്ടുവന്ന കാറ് ഈ പെൺകുട്ടിയെ ഇടിച്ചിടുകയും ഈ പെൺകുട്ടി ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്തു. എന്നിട്ട് ഈ ഡോക്ടർ ചെയ്ത കാഴ്ചയോ, ഇയാൾ വാഹനം നിർത്താതെ കടന്നു കളയുകയായിരുന്നു. ഇന്ന് പുലർച്ചെ വരെ അയാളെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. അയാൾ എവിടെയാണ്? അയാൾ ഒളിവിലാണോ? അയാൾ രാജ്യം കടന്നോ? എന്നുള്ള ചോദ്യങ്ങൾ മാത്രമായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ അവശേഷിച്ചിരുന്നത്. പോലീസ് മുക്കിലും മൂലയിലുമൊക്കെ ഇയാളെക്കുറിച്ച് തിരഞ്ഞെങ്കിലും എവിടെയും ഇയാളെ കാണാൻ സാധിച്ചില്ല എന്നത് സത്യം തന്നെയാണ്. ഒടുവിൽ പോലീസിനൊരു കാര്യം മനസ്സിലായി, ഇയാളെ പിടികിട്ടാൻ പോകുന്നില്ല എന്നുള്ളത്. ഒടുവിൽ പോലീസ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ പിതാവിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഈ പ്രതിയായിട്ടുള്ള സിറിയക്കിനെ ഒളിവിൽ പോകാൻ സഹായിച്ചു എന്നുള്ള പേരിലായിരുന്നു ഇയാളുടെ പിതാവിനെ അറസ്റ്റ് ചെയ്തിരുന്നത്. പിന്നീട് ഇയാളുടെ പിതാവിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യമൊക്കെ ചെയ്തു വരുന്നതിനിടയിൽ തന്നെ ഉച്ചയോട് കൂടിയിട്ട് വാഗമണ്ണിലെ ഒരു റിസോർട്ടിൽ വെച്ചിട്ട് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നു. നമ്മൾക്ക് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് പരിശോധിച്ചിട്ട് വരാം. അങ്കമാലിയിൽ വിദ്യാർത്ഥിനിയെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഡോക്ടർ സിറിയക് പിടിയിലായി. വാഗമണ്ണിലെ ഒരു റിസോർട്ടിൽ താമസിക്കവെയാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ 3 ദിവസമായി ഇയാളുടെ മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ വാഗമണ്ണിലാണെന്ന് തിരിച്ചറിഞ്ഞ പോലീസ് രഹസ്യമായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് സിറിയക്കിനെ കസ്റ്റഡിയിലെടുത്തത്. അപകടം നടന്ന് 7ാം ദിവസമാണ് പ്രതി പിടിയിലാവുന്നത്. ഇയാൾക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. കസ്റ്റഡിയിലായ പ്രതിയെ ഉടൻ തന്നെ അങ്കമാലി പോലീസിന് കൈമാറും. ഫെബ്രുവരി 28-ന് അങ്കമാലി ടെൽക്ക് ജംഗ്ഷന് സമീപം വെച്ചാണ് ദാരുണമായ അപകടം സംഭവിച്ചത്. അങ്കമാലി മോർണിംഗ് സ്റ്റാർ ഹോം സയൻസ് കോളേജ് വിദ്യാർത്ഥിനിയായ ജസ്ലിയ ജോൺസൺ പാർട്ട് ടൈം ജോലി കഴിഞ്ഞ് കോളേജ് ഹോസ്റ്റലിലേക്ക് നടന്നു പോകുമ്പോൾ പിന്നിൽ നിന്നെത്തിയ സിറിയക്കിന്റെ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ജസ്ലിയ ചികിത്സയിലിരിക്കെ ഈ മാസം 3-ന് മരണത്തിന് കീഴടങ്ങി. മരണശേഷവും തന്റെ അവയവങ്ങൾ ദാനം ചെയ്താണ് ഈ പെൺകുട്ടി മാതൃകയായത്. അപകടമുണ്ടാക്കിയ കാർ ആലപ്പുഴ തുറവൂരിൽ നിന്ന് കണ്ടെത്തിയിരുന്നെങ്കിലും സിറിയക്കിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. പ്രതിയെ പിടികൂടുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നാരോപിച്ച് ശക്തമായ വിമർശനം ഉയർന്നിരുന്നു. ഇതിനിടയിലാണ് പ്രതിയെ ഒളിവിൽ പോകാൻ സഹായിച്ചു എന്ന കുറ്റം ചുമത്തി സിറിയക്കിന്റെ പിതാവ് ജോർജ് മാത്യുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അപകടശേഷം സിറിയക്ക് പിതാവുമായി ഫോണിൽ സംസാരിച്ചിരുന്നതായി തെളിവ് ലഭിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ്. ചാലക്കാട് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പാസ്സായ ശേഷം ഹൗസ് സർജൻസി ചെയ്യുകയായിരുന്നു ഡോക്ടർ സിറിയക്ക്. അപകട സമയം സിറിയക്കിനൊപ്പം കാറിലുണ്ടായിരുന്ന സഹപാഠി അക്ഷയ് കഴിഞ്ഞ ദിവസം അങ്കമാലി സ്റ്റേഷനിലെത്തി മൊഴി നൽകിയിരുന്നു. കോട്ടയത്തെയും ഇടുക്കിയിലെയും ബന്ധുവീടുകളിലും പോലീസ് പരിശോധന നടത്തിയിരുന്നെങ്കിലും ഫലമുണ്ടായിരുന്നില്ല. ഒടുവിൽ വാഗമണിൽ നിന്നാണ് പ്രതി വലയിലായത്.